Anime Recommendations episode number 3. So hi everyone, welcome back to Prime Piece. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വയലറ്റ് എവർഗാർഡൻ എന്ന ആനിമെ സീരീസിനെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഇപ്പോൾ തന്നെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആനിമെ ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ കുറേ ആനിമെ കണ്ടന്റ്സിനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ അധികം വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. വയലറ്റ് എവർഗാർഡൻ എന്ന പേരുള്ള ഒരു ഓട്ടോ മെമ്മറി ഡോൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയിലൂടെയാണ് ഈ ഒരു ആനിമെ സീരീസിന്റെ സ്റ്റോറി ടോട്ടലായിട്ടും കടന്നു പോകുന്നത്. ഈ ഡോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പാവയല്ല സംഭവം. അതായത് ചില ആൾക്കാർക്കൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കത്ത് എഴുതാനായിട്ട് വരുമ്പോൾ തങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങളൊക്കെ അതിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയുള്ള പല ആളുകളെയും കത്ത് എഴുതാനായിട്ട് സഹായിക്കുന്ന ഒരു സർവീസ് ആണ് ഈ ഒരു ഓട്ടോ മെമ്മറി ഡോൾ സർവീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു സർവീസിലേക്ക് നമ്മുടെ നായികയായിട്ടുള്ള വയലറ്റ് എവർഗാർഡൻ ജോയിൻ ചെയ്യാണ്. പക്ഷെ ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നായികയായിട്ടുള്ള വയലറ്റിന് ഒരു കുഴപ്പമുണ്ട്. അതായത് നമ്മുടെ വയലറ്റ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻസ് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ തന്റെ ഉള്ളിലുള്ള ഇമോഷൻസ് പുറത്തേക്ക് കൺവേ ചെയ്യാനായിട്ട് ഈ വയലറ്റ് എവർഗാർഡൻ എന്ന ക്യാരക്ടറിന് അറിയില്ല. ഇങ്ങനെയുള്ള വയലറ്റ് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഫീലിങ്സ് കത്തിലേക്ക് കൊണ്ടുവരുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ സീരീസിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ ഒരു കിടിലനായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി വയലറ്റ് എന്ന ക്യാരക്ടറിനുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ അധികം ഒന്നും പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു വെച്ചോ, ആളത്ര ചില്ലറക്കാരിയല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റിംഗ് സ്കില്ലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് വയലറ്റ്. ഓരോരോ എപ്പിസോഡ് കഴിയും തോറും പല വിധത്തിലുള്ള സ്നേഹബന്ധങ്ങളിലൂടെ ഈ ഒരു ആനിമെ സീരീസ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. കഥയിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ആദ്യത്തെ ജീവിതവും പിന്നെ വയലറ്റ് എന്ന പെൺകുട്ടി അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും സീരീസിൽ എടുത്തു കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്നതിന്റെ മുന്നേ തന്നോട് അവസാനമായിട്ട് പറഞ്ഞ 3 വാക്കുകളുടെ അർത്ഥം തേടിയുള്ള വയലറ്റിന്റെ യാത്രയാണ് ഈ സീരീസിൽ ഉടനീളം കാണിച്ചു പോകുന്നത്. അതെന്താണ് ആ 3 വാക്കുകൾ, ആരാണ് വയലറ്റിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എല്ലാം സീരീസ് കണ്ട് തന്നെ അറിഞ്ഞോളൂ. സോ ഇത്രയാണ് വയലറ്റ് എവർഗാർഡൻ എന്ന ആനിമെ സീരീസിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. സീരീസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആകെ 13 എപ്പിസോഡ് മാത്രമാണ് ടോട്ടലായിട്ട് ഈ ഒരു ആനിമെ സീരീസിൽ ഉള്ളത്. കൂടാതെ സീരീസ് കണ്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള ഒപ്പീനിയൻസ് ഒക്കെ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല ഇങ്ങനത്തെ കുറെ ആനിമെ റിലേറ്റഡ് വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.